സർ, മന്ത്ലി സാലറി 20,000 ഉള്ള ഒരാൾക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 20,000 രൂപ ശമ്പളമുള്ള ഒരാളെ സംബന്ധിച്ച് ആദ്യം അയാൾ ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ ഇൻകം ഒന്ന് ബഡ്ജറ്റ് ചെയ്തിട്ട് എത്ര രൂപ സർപ്ലസ് ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിപ്പോൾ ചിലപ്പോൾ 2,000 ആയിരിക്കാം, 3,000 ആയിരിക്കാം, 5,000 ആയിരിക്കാം. അത് ഓരോ ആൾക്കാരെ സംബന്ധിച്ചിരിക്കും. വൺസ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെൻ ദർ ആർ ഡിഫറെന്റ് ഓപ്ഷൻസ്. ബാങ്കിൽ നിങ്ങൾക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്കിൽ FD ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ചെയ്യാം. പിന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ തുടങ്ങാന്നുള്ളതാണ്. യു ഷുഡ് സ്റ്റാർട്ട് സംതിങ്. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അതിൻ്റെ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ RD ആണെങ്കിൽ ബാങ്കിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. സോ ദാറ്റ് ഇൻ ലോങ് ടേം യു ക്യാൻ മേക്ക് സം സൈസബിൾ വെൽത്ത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫ്ലാറ്റിലെ കെയർ ടേക്കർ ഉണ്ട്. സോ ഈ സ്റ്റാർട്ടഡ് മ്യൂച്വൽ ഫണ്ട് SIP വിത്ത് 500 റുപ്പീസ്, 500 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം അത് ഏകദേശം 9,000 രൂപ, മാസം 9,000 വെച്ചാണ് ആൾ ചെയ്യുന്നത്. ഇപ്പം ആളുടെ വെൽത്ത് ഓൾമോസ്റ്റ് 2.5 lakhs ആൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്.